ബോയിങ്ങിൻ്റെ അധികൃതർ അമേരിക്കയിൽ നിന്ന് ഇവിടെ വന്നിട്ട് പരിശോധനകൾ നടത്തുന്നുണ്ട്. കാരണം എയർ ഇന്ത്യ പറഞ്ഞു വിമാനത്തിൻ്റെ തകരാറാണ് അപകടത്തിന് കാരണം എന്ന് പറഞ്ഞു. പക്ഷേ അതിലും ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എഞ്ചിൻ എങ്ങനെ ഒരേ സമയം പ്രവർത്തനരഹിതമാകും എന്നതിനെക്കുറിച്ചാണ്. 2 എഞ്ചിനുകൾ ഒരേ സമയം പ്രവർത്തനരഹിതമാകാൻ ഒരു സാധ്യതയുമില്ല എന്നാണ് വിമാനം ഓടിച്ചിട്ടുള്ള ആളുകളും ഈ വിമാനവുമായി ബന്ധപ്പെട്ടിട്ട് ജോലി ചെയ്തിട്ടുള്ള ആളുകളും ഒരുപാട് ആളുകൾ പറയുന്ന ഒരൊറ്റ ഉത്തരം അതാണ്: 2 എഞ്ചിനും ഒരു കാരണവശാലും ഒരേ സമയം പ്രവർത്തനരഹിതമാവില്ല. ഈ വിമാനത്തെ സംബന്ധിച്ചിടത്തോളം അത് പറയാൻ ഒരു കാരണം കൂടിയുണ്ട്. ഇതിൻ്റെ ഒരു എഞ്ചിൻ ഏറ്റവും പുതുതായിട്ട് സർവീസ് ചെയ്ത് എല്ലാ പരിപാടികളും കഴിച്ച് അതിന് യാതൊരു തകരാറും ഇല്ല എന്ന് രേഖപ്പെടുത്തിയിട്ട് രേഖാമൂലം എഴുതി സർട്ടിഫൈ ചെയ്ത് കൊടുത്ത ഒരു എഞ്ചിനാണ് ഈ വിമാനത്തിൻ്റെ ഒന്ന്. മറ്റൊരു എഞ്ചിൻ അടുത്ത ഡിസംബറിലാണ് സർവീസ് ചെയ്യേണ്ടത്. അതായത് വിമാനത്തിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ കഴിഞ്ഞ വർഷം 2024 നടത്തി അതിന് യാതൊരു കേടുപാടുകളും ഇല്ല എന്ന പരിശോധനയൊക്കെ നടത്തി സർവീസ് നടത്തുന്ന ഒരു വിമാനമാണ്. പിന്നെ ഈ വിമാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വിമാനം അതിന് മുന്നേ നടത്തിയ സർവീസിനിടയിൽ എപ്പോഴോ അതിൻ്റെ എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം, അതായത് വൈദ്യുതിയുമായി ബന്ധപ്പെട്ട ചില എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റങ്ങൾ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ പ്രചരിക്കുന്നുണ്ടായിരുന്നു. ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന എല്ലാ വീഡിയോകളും കൃത്യമായിട്ട് ആ വിമാനത്തിൻ്റെ ആണോ എന്നതിനെക്കുറിച്ചൊന്നും നമുക്ക് ഉറപ്പ് നൽകാൻ സാധിക്കില്ല. കാരണം സോഷ്യൽ മീഡിയയാണ്, പല ആളുകളും പല രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അപകടങ്ങൾ നടക്കുന്ന ഘട്ടം ഇപ്പോൾ തന്നെ വിമാന അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് വേറെ ഏതോ ഒരു വിമാന അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. പക്ഷേ അതല്ല, ഈ വിമാനാപകടവുമായിട്ട് ചുരുങ്ങിയ ദൃശ്യങ്ങൾ മാത്രം. ഒന്ന് ആ ഒരു പയ്യനെടുത്ത വിഷ്വലും പിന്നെ ഈ വിമാനാപകടം നടന്നതിന് ശേഷം അവിടെ കൂടിയുന്ന കുറച്ച് ആളുകളെടുത്ത ദൃശ്യങ്ങളും മാത്രമേ നിലവിലുള്ളൂ. ആ ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇതിൻ്റെ അന്വേഷണ ഏജൻസികളെല്ലാം പ്രധാന തെളിവുകളായിട്ട് സ്വീകരിച്ചിട്ടുള്ളതുമൊക്കെ.